ദെബോര എന്ന വാക്കിന്റെ അർത്ഥം തേനീച്ച എന്നാണ്. ഈ പേരിൽ 2 പേരെക്കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ട്. ഒന്ന് റിബേക്കയുടെ ധാത്രി. അവൾ റിബേക്കയോടുകൂടി കനാനിലേക്ക് വന്നു. ദെബോര മരിച്ചപ്പോൾ അവളെ ബേഥേലിന് താഴെ ഒരു കരിവേലകത്തിന് കീഴിൽ അടക്കി. അതിന് അല്ലോൻ ബാഖൂത്ത് അഥവാ വിലാപവൃക്ഷം എന്ന് പേരിട്ടു. ഉൽപ്പത്തി 24:59, 35:8. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ഇസ്സാഖാർ ഗോത്രത്തിൽ ലപ്പീദോത്തിന്റെ ഭാര്യയായ ദെബോര. ഇസ്രായേലിലെ ഏക സ്ത്രീ ന്യായാധിപതിയാണ് ഈ ദെബോര. ന്യായാധിപന്മാരുടെ പുസ്തകം 4:4. എബ്രായ സ്ത്രീകൾക്ക് താണസ്ഥാനം നൽകിയിരുന്ന കാലത്ത് ദെബോരയ്ക്ക് ലഭിച്ച സ്ഥാനം അവളുടെ കഴിവുകളുടെയും ദൈവ അനുഗ്രഹത്തിൻ്റെയും അംഗീകാരമായിരുന്നു. അന്ന് ഇസ്രായേൽ കനാന്യ രാജാവായ യാബീന് വിധേയപ്പെട്ടിരുന്നു. ദെബോര ബാരാക്കിനെ വിളിപ്പിച്ച് അവനോടുകൂടി കനാന്യർക്കെതിരെ യുദ്ധത്തിന് പോയി. കനാന്യ സേനാധിപതിയായ സീസരയെ ബാരാക്ക് തോൽപ്പിച്ചു. സീസരയുടെ സൈന്യം മുഴുവൻ സംഹരിക്കപ്പെട്ടു. യായേലിന്റെ കൂടാരത്തിൽ ചെന്ന സീസരയെ അവൾ ചതിവിൽ കൊന്നു. ന്യായാധിപന്മാർ 4:1 മുതൽ 24 വരെ. പിന്നീട് 40 വർഷം ദേശത്ത് സ്വസ്ഥതയുണ്ടായി. ദെബോരയെ ഇസ്രായേലിൻ മാതാവ് എന്ന് വിശേഷിപ്പിച്ചിരുന്നു. ന്യായാധിപന്മാർ 5:7. ദെബോരയും ബാരാക്കും പാടിയ ജയഗീതം എബ്രായ കവിതയുടെ പ്രാക്തന സ്വഭാവം വെളിപ്പെടുത്തുന്ന ഒന്നാണ്. ന്യായാധിപന്മാർ 5-ാം അധ്യായം 2 മുതൽ 31 വരെ. യുദ്ധത്തിന് പോയ മകന്റെ മടങ്ങിവരവ് ഉത്കണ്ഠയോടെ കാത്തിരിക്കുന്ന മാതാവിൻ്റെ അതിമനോഹരമായ ഒരു വർണ്ണന ഈ ഗീതത്തിലുണ്ട്, അഥവാ സിസരയുടെ. ന്യായാധിപന്മാർ 5-ാം അധ്യായം 28 മുതൽ 30 വരെ.